ഇന്ന് തൊട്ടിട്ട് ആസ് ബ്യൂട്ടിഫുൾ ആസ് യു എന്ന് പറഞ്ഞ ഒരു ഓൺഗോയിങ് ഡ്രാമയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായകനും നായികയാണ് ഇതിലുള്ളത്. ഇവരെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു ഡ്രാമ കൊണ്ടുപോകുന്നത്. ഇത് ഓൺഗോയിങ് ആയതുകൊണ്ട് തന്നെ ആകെ 11 എപ്പിസോഡേ അവർ ഇട്ടിട്ടുള്ളൂ. ഡെയിലി അവർ എപ്പിസോഡ് ഇടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്കും ഡ്രാമാസ് ഇടാം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഡ്രാമ നോക്കണമെങ്കിൽ നോക്കാം. അത് മാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രാമയും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും. അതിന് 3 ദിവസം കൊണ്ടേറ്റം തീരും. അതുകൊണ്ട് അത്ര വലിയ പാടൊന്നുമില്ല. അപ്പോൾ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും കൂടി ഒന്ന് ചെയ്യണേ. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ നായികയായിട്ടുള്ള ജി സിങ്ങിനെ ആയിരിക്കും. ഇനി മുതൽ നമ്മളിവളെ സിങ് എന്നായിരിക്കും വിളിക്കുക. ഇവളൊരു റോബോട്ട് എഞ്ചിനീയർ ആയിരിക്കും. ഇവളാണെങ്കിൽ ഇവളെ അമ്മേനോട് സംസാരിച്ചോട് നിൽക്കലായിരിക്കും. ഇവളും ഈ ജുവാൻ എന്ന് പറഞ്ഞ ചെക്കനും, അതായത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ചെക്കനുമായിട്ട് ഡേറ്റിങ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ചെക്കനെ കല്യാണം കഴിക്കുന്നതെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ അവക്കാണെങ്കിൽ കല്യാണത്തിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവക്ക് അവളെ ജോബ് സെറ്റിൽഡ് ആക്കിയിട്ട് അതിനുശേഷം കല്യാണം കഴിക്കാന്നുള്ളൊരു തിങ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മയും മോളും ആ ഒരു കാര്യം പറഞ്ഞ് തച്ച് മരിച്ചോട് നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അവസാനം അവളാണെങ്കിൽ പറയും, അമ്മ ഇപ്പൊ കട്ട് ചെയ്തിട്ട് പോ, എനിക്ക് ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവിടുന്ന് പോകാൻ നോക്കും. അതേ ടൈം ആയിരിക്കും അവളെ ഫ്രണ്ട് ആയിട്ടുള്ള ടു ആണെങ്കിൽ അവളോട് തിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നുണ്ടാവുക. അതും കഴിച്ചോണ്ടായിരിക്കും ജോബിന് പോകുന്നുണ്ടാവുക. അത്രക്ക് ബിസി ആയിട്ടുള്ള ഒരു പെണ്ണായിരിക്കും നമ്മളെ സിങ്. ഇതേ ടൈം ആയിരിക്കും വാങ് എന്ന് പറഞ്ഞ ഒരാൾ യുവാൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടാവുക. എന്തോ ഒരു മീറ്റിങ്ങിനായിരിക്കും ഈ ഒരു വാങ് എന്ന് പറഞ്ഞ ആൾ പോകുന്നുണ്ടാവുക. ഇയാളാണെങ്കിൽ ഡങ് യുവാൻ എന്ന് പറഞ്ഞ ഒരു മെഡിക്കലിന്റെ ഒരു ഫീൽഡ് ഉണ്ടാവും. അവിടുത്തെ ഒരാളായിരിക്കും. അതേ കമ്പനിയിലായിരിക്കും നമ്മളെ നായകനായിട്ടുള്ള ഹാൻ ആണെങ്കിൽ സിഇഒ ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇയാളാണെങ്കിലും നമ്മളെ ഹാനെ എങ്ങനെയെങ്കിലും ആ ഒരു കമ്പനിയിൽ തുരത്തണം എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതും കേട്ടോട് നമ്മളെ ഹാൻ ആണെങ്കിൽ ഇയാളെ സൈഡിൽ വന്നിട്ടിരിക്കുക. ഹാനെ കണ്ടപാട് അയാൾ ഒരു കോള് കട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ഹാനോട് ഇയാളാണെങ്കിലും നിങ്ങളെന്താ സാർ ഇവിടെ, നിങ്ങൾ എന്തേ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുന്നവരോ നമ്മളെ ഹാൻ ആണെങ്കിൽ പറയൂ, ഈ ഒരു ഡെങ്യുവാനില്ലേ ആ ഒരു മെഡിക്കൽ ഫീൽഡ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളാണെങ്കിൽ കുറച്ച് കുരുട്ട് കളികളൊക്കെ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയേ. അത് തന്നെയായിരിക്കും നമ്മളെ വാങ്ങും തിങ്ക് ആക്കുന്നുണ്ടാവുക. കാരണം ഇയാൾ സിഇഒ ആയതുകൊണ്ട് തന്നെ ഇയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിന്റെ ജോബും പോകും. അതുകൊണ്ട് വാങ് ആണെങ്കിൽ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടാവും. അതിന് നമ്മളെ ഹാൻ ആണെങ്കിൽ എന്ത് മറുപടി കൊടുത്തെന്നുള്ള കാര്യം ഇപ്പൊ കാണിക്കുന്നുണ്ടാവില്ല. പെട്ടെന്ന് വന്നിട്ട് കമ്പനീന്റെ പേരും ആൾക്കാരുടെ പേരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും. എനിക്കും ഉണ്ടായിന്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് കഴിയുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കൺഫ്യൂഷനും മാറിയിട്ട് ഏകദേശം ഒരു ധാരണ വരും. മനുഷ്യനല്ലേ പുള്ളേ, ഫസ്റ്റ് ഒക്കെ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ നല്ലതല്ലേ. വാങ് യുവാ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, അതാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ കസിൻ ആയിരിക്കും. ഈ ഒരു കസിനും ഈ ഒരു കമ്പനി ഏറ്റെടുക്കേണ്ടിയിട്ട് മാക്സിമം കളിക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ബോർഡ് മീറ്റിംഗ് തന്നെ ഈ ഒരു യുവാ എന്ന് പറഞ്ഞ പെണ്ണ് വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ വാങ്ങിനോട് ഒരു മീറ്റിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. വാങ് ആണെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരോട് മീറ്റിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ യുവാൻ ആണെങ്കിൽ നമ്മളെ ചെക്കനെ വിളിക്കുന്നുണ്ടാവേ. ചെക്കനാണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് പറയും, നീ എന്ത് കളിയാണോ കളിക്കാൻ നിൽക്കുന്നത്, ആ ഒരു കളിയൊന്നും നടക്കൂലെന്ന് മാത്രം നീ തിങ്കാക്കിയാൽ മതി, ഞാൻ കോള് കട്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾ അവൻ കട്ടാക്കുന്നുണ്ടാവും. അതായത് നമ്മൾ വലിയൊരു പൊസിഷനിൽ നിൽക്കുന്നേരം ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് നമ്മളെ കുടുംബക്കാരെല്ലാം അടി കഴിയൂലേ, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണിനാണെങ്കിൽ അവൾ വരുന്ന ട്രെയിൻ മിസ്സായിട്ട് അവൾ സൈക്കിൾ എടുത്തിട്ടായിരിക്കും കമ്പനിയിലേക്ക് വരാൻ നിൽക്കുന്നുണ്ടാവുക. അതേ ടൈം സിഗ്നൽ ആയതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ടാവില്ല. നോക്കുമ്പോഴായിരിക്കും അവളെ ഫ്രണ്ട് ആയിട്ടുള്ള അവളെ വിളിക്കുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും, അവൾ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് ഇന്ന് പ്രസന്റ് ചെയ്യേണ്ട ഒരു സംഭവമായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും അവളെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടാവുക. പക്ഷേങ്കിൽ എപ്പോഴും ഇവളെ ചീറ്റ് ചെയ്യുന്ന ലിന്ന് എന്ന് പറഞ്ഞ ഒരു ചെക്കനുണ്ട്. അവനാണെങ്കിൽ ഇവൾ ഉണ്ടാക്കിയ പ്രസന്റേഷൻ എടുത്തിട്ട് പ്രസന്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും. അതിന്റെ പ്രിന്റ് ഔട്ടും കാര്യങ്ങളൊക്കെ അവൻ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആണെങ്കിൽ സിങ്ങിനെ വിളിച്ചിട്ട് പറയാം. സിങ് ആണെങ്കിൽ പറയും, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നീ വറി ചെയ്യേണ്ട, എപ്പോഴും അവനാണെങ്കിൽ എനിക്കിട്ടിട്ട് ഇങ്ങനെ പണി തരുന്നുണ്ട്, ഈ പ്രാവശ്യം ഞാൻ അവനിട്ടിട്ടൊരു പണി കൊടുക്കുന്നുണ്ട്, അത് നീ വയ്യ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു കോള് കട്ടാക്കുക. അതേ ടൈം ആയിരിക്കും അവിടെ സിഗ്നൽ വരുന്നുണ്ടാവുക. നമ്മളെ പെണ്ണ് എങ്ങനെയെങ്കിലും കമ്പനിയിൽ എത്തേണ്ടിട്ട് ഓടി പാഞ്ഞിട്ട് പോകുന്നേരം ഓപ്പോസിറ്റ് വരുന്ന ഒരാളാണെങ്കിൽ ഫോണെല്ലാം വിളിച്ച് സൊള്ളിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അയാളാണെങ്കിൽ ഇവളെ വണ്ടിക്ക് തട്ടും, ഇവളാണെങ്കിൽ വേറൊരാളെ വണ്ടിക്ക് തട്ടും, വേറൊരാളാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ കാറിന് കൊണ്ടുപോയിട്ട് തട്ടും. ചെക്കൻ്റെ കാറാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അത് കണ്ട ആ സ്പോട്ടിലാണെങ്കിൽ നീ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ പോലീസിനെ പോയിട്ട് വിളിക്കാന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗില്, ആ ഒരു ഡയലോഗ് പോലെ അവൾ അവിടുന്ന് മുങ്ങുന്നുണ്ടാവേ. ഇയാളാണെങ്കിൽ
അവനാണെങ്കിൽ പറയും ഞാനല്ല, ആ പെണ്ണാന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അവളാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവും മനഃപൂർവ്വം പോയതല്ല, എന്നെ വേറൊരു വണ്ടിക്കാരൻ തട്ടീനെ അയാളെ കണ്ടുപിടിക്കാൻ പോയതെന്ന്. പക്ഷേ അയാൾ രക്ഷപ്പെട്ട് നിങ്ങൾക്ക് എത്ര കോമ്പൻസേഷൻ ആണോ വേണ്ടത് ആ ഒരു കാര്യം പറഞ്ഞാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്ന് നമ്മളെ പെണ്ണ് പറയുന്നുണ്ടാവേ. ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കനാണെങ്കിൽ കാറിൻ്റെ അകത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും. പെട്ടെന്ന് അവൻ പുറത്തേക്ക് നോക്കും നേരം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവനെ അറിയായിരിക്കെ. പക്ഷേ ആ ഒരു കാര്യം എങ്ങനെ ഏതാണെന്നും അറിയില്ല, ഒരു ഫ്ലാഷ് പോലെ ഇവൻ അവളെ അറിയാന്നുള്ള ഒരു കാര്യം മാത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവും. അവളെ അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ നമ്പർ വാങ്ങിയിട്ട് അവരെ പറഞ്ഞു വിട്ടോന്നും പറയും. നമ്മളെ പെണ്ണും ഭയങ്കര ഹാപ്പിയിൽ അവിടുന്ന് പോകുന്നുണ്ടാവും. കാരണം കോമ്പൻസേഷൻ ഒന്നും ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നത്തെ കാര്യം പിന്നെ നോക്കാന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. ഇതേ ടൈം കമ്പനിയിൽ നോക്കുന്നാണെങ്കിൽ ഇവളെ ചീറ്റ് ചെയ്ത ഒരു ലിൻ എന്ന് പറഞ്ഞ ചെക്കനില്ലേ, അവനാണെങ്കിൽ ഇവളെ പ്രസന്റേഷൻ വെച്ചിട്ട് ആ ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇവരെ പ്രൊജക്ടിന്റെ പേര് ബെയിൻ ആയിരിക്കെ. ആ ഒരു ബെയിൻ എന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പല്ലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡോക്ടേഴ്സ് ആണല്ലോ നോക്കുന്നത്, അതിന് പകരം ഒരു AI റോബോട്ടിനെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ മെയിൻ തല തന്നെ നമ്മളെ പെണ്ണായിരിക്കും. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ലിൻ ആയിരിക്കും വിശദീകരിക്കുന്നുണ്ടാവുക. അതേ ടൈം മീറ്റിങ്ങിന്റെ പകുതി ആകുമ്പോൾ നമ്മളെ പെണ്ണും അകത്തേക്ക് വരുന്നുണ്ടാവുക. ആണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കും. അതേ ടൈം ആയിരിക്കും ഒരു സ്ലൈഡിലാണെങ്കിൽ ഈ ഒരു ലിൻ എന്ന് പറയുന്ന ചെക്കൻ ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടേ. അതിൽ ഒന്നാമത്തെ ഫയൽ കണ്ടപാട് അവനാണെങ്കിൽ അത് മാറ്റുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണ് സെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ട്രാപ്പ്. കാരണം ഇങ്ങനത്തെ ഒരു ഫയൽ ഉള്ളത് തന്നെ ഇവൻ അറിയില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ കൊണ്ട് അവന് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഹാൻ ആണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ആ ഒരു സംഭവം ഫസ്റ്റ് വിശദീകരിക്കുന്നു പറയുമ്പോൾ ലിന്നിന് അതിനെ കൊണ്ട് ഒരു അറിവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ബബ്ബ അടിക്കുന്നുണ്ടാവും. ഹാൻ ആണെങ്കിൽ ചോദിക്കും ഈ ഒരു സംഭവം നീ അല്ലല്ലേ അപ്പൊ തയ്യാറാക്കിയെന്ന് ചോദിക്കുന്നവരോ. ഹാൻഡ് അസിസ്റ്റന്റ് ആയിട്ടുള്ള സെങ് ആണെങ്കിൽ ഇവരെ കമ്പനിയിലത്തെ വേറൊരു സ്റ്റാഫിനോട് ആ ഒരു കാര്യം ചോദിക്കുന്നുണ്ടാവും. അയാളാണെങ്കിൽ പറയും ഈ ഒരു റിപ്പോർട്ട് ആണെങ്കിൽ നമ്മളെ വേറൊരു സ്റ്റാഫ് ആയിട്ടുള്ള സിങ് ആണ് തയ്യാറാക്കിയതെന്ന് പറയുമ്പോൾ നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിനോട് വന്നിട്ട് അവതരിപ്പിക്കാൻ പറയേ. സിങ് ആണെങ്കിൽ അതിനെക്കൊണ്ട് വലിയ അറിവുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ അവിടെ വന്നവട് നമ്മളെ ഹാനിന്റെ മുഖത്തായിരിക്കും നോക്കുന്നുണ്ടാവുക. അന്നേരം അവക്കും ഇവനെ നല്ല പരിചയമുള്ള കാര്യം അവളെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കി. അങ്ങനെ ഇവളെ അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവരെ നമ്മളെ ഹാൻ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. സംഭവം എന്നായിരിക്കും കോളേജിൽ പഠിക്കുന്നവരും ഇങ്ങനത്തെ പ്രൊജക്റ്റിനും ടീമിനും ഒക്കെ നമ്മളെ ഹാനും സിങ്ങും ഒരു ഗ്രൂപ്പിലായിരിക്കും. പക്ഷേ ഇപ്പൊ അവരാണെങ്കിൽ പരിചയമുള്ള ഭാവയെ കാണിക്കുന്നുണ്ടാവില്ല. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ഓഫീസിൽ വരുമ്പോൾ അവളെ വെയിന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ ഇല്ല നമ്മളെ ലിന്നിനെ കളിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ടാവും. കാരണം വേറൊരാളെ സംഭവം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളിയാക്കൽ ഏറ്റുവാങ്ങാനുള്ള ശക്തിയും കൂടി ഉണ്ടാകണം. പക്ഷേ നമ്മളെ സിങ് ആണെങ്കിൽ എടി മതിയടി വിട്ടേക്കെന്ന് പറയുന്നുണ്ടാവും. എന്നിട്ട് നമ്മളെ സിങ് ആണെങ്കിൽ നേരെ അവളെ സിസ്റ്റത്തിൽ പോയിട്ട് നമ്മളെ ഹാൻഡിനെ കൊണ്ട് അന്വേഷിക്കുക. നോക്കുമ്പോൾ അവനാണെങ്കിൽ ഡെന്യോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലത്തെ CEO ആണ്. അത് മാത്രമല്ല അവൻ ജർമ്മനിയിലെ പഠിച്ചെന്നുള്ള കാര്യം ഇവക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്നേരായിരിക്കും ഇവള് മനസ്സിൽ വിചാരിച്ച അതേ ഹാൻഡ് തന്നെ ഈ ഒരു ഹാൻഡ് എന്നുള്ള കാര്യം ഇവക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഇവക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇവർ രണ്ടാളും ഭയങ്കര പരിചയക്കാരാണല്ലോ, എന്നിട്ടും ഹാൻ ആണെങ്കിൽ ഇവളെ പരിചയമില്ലാത്തൊരു രീതിയിലാണല്ലോ ഇവളോട് ബിഹേവ് ചെയ്തത്. ആ ഒരു കാര്യത്തിൽ നമ്മളെ പെണ്ണിന് നല്ല ഡൗട്ട് ഉണ്ട്. എന്നാലും അവളെ തന്നെ ജസ്റ്റ് വിടൂ. ഇതേ ടൈം ഹാൻ ആണെങ്കിൽ പിള്ളേർ കൊടുത്ത ആ ഒരു പ്രൊജക്ടിന്റെ റിപ്പോർട്ടില്ലേ അത് നോക്കുന്നതായിരിക്കും. അതിൽ നമ്മളെ പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോൾ അവന്റെ മുഖത്തൊരു സന്തോഷമൊക്കെ വിടരുന്നുണ്ട്. ഇതേ ടൈം ആയിരിക്കും അവന്റെ സ്റ്റാഫ് ആയിട്ടുള്ള സെങ് ആണെങ്കിൽ ഇങ്ങനെ ഒരു വീക്കെൻഡ് ഒരു പാർട്ടി വെച്ചാലോ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സക്സസ് ആയില്ലേ എന്ന് ചോദിക്കുന്നവരെ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഈ ഒരു ബെയിന്ന് പറഞ്ഞ പ്രൊജക്ട് നമുക്ക് എല്ലാവരും മുന്നിലേക്കും എത്തിച്ചേ പറ്റുള്ളൂ. അതിന് ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലത്തെ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നൊരു മീറ്റിംഗ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ ലീന്ന് പറഞ്ഞ ആരോ ഒരുത്തനുണ്ട്, പിന്നെ റേന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലത്തെ അവിടുത്തെ CEO ആരോ ഒരാളും വരുന്നുണ്ട്. നീയും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു ബെയിന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ കാര്യം അയാളോട് പറയണമെന്ന് പറയുന്നുണ്ടാവും. നമ്മളെ സെങ്ങും അതിന് ഓക്കെ പറയും. ഇത് ഇവിടെ നടക്കുന്നത് നമ്മളെ സിങ് ആണെങ്കിൽ അവളെ ഏതൊരു ഫ്രണ്ട് വിളിച്ചിട്ട് അവനെ കാണാൻ പോകുന്നുണ്ട്. അവയെ സംഭവം ഇവൾ ഈ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഏതൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ടാവും. അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ പെണ്ണായിരിക്കും തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടാവുക. റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മളെ പെണ്ണ് അടിപൊളി ആയതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെക്കനാണെങ്കിൽ ഇവളെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവേ. എന്നിട്ട് അവനാണെങ്കിൽ പറയും എടി നീ ഇപ്പൊ ആ ഒരു കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ പറയും എനിക്ക് വരണം നോക്കിയുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കമ്പനിയിലത്തെ അവസ്ഥയും അവിടുത്തെ എൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ജോലിയോ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വിട്ടിട്ട് നിന്റെ കൂടെ വന്നിട്ട് എന്തെങ്കിലും അബോധം പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കയ്യില്ലാന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള സെങ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടി നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇവർ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുന്നൊരു മീറ്റിംഗ്. ആ ഒരു മീറ്റിങ്ങിലേക്ക് നമ്മളെ പെണ്ണിനെയും വിളിക്കുന്നുണ്ടാവുക. അവളോടാണ്
ഇവളാണെങ്കിൽ കുറച്ച് മാത്രം ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതി എന്ന് പറയും. കുറച്ചെന്ന് വെച്ചാൽ കുഞ്ഞി ഡ്രസ്സില്ലേ, അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതി എന്ന് പറയും. നമ്മളെ പെണ്ണും ഈ ഒരു ചെക്കനോട് അധികം ഒന്നും സംസാരിക്കാണ്ട് വീട്ടിലേക്ക് പോകുകയും വീട്ടിൽ പോയിട്ട് അവളെ ഫ്രണ്ട് ആയിട്ടുള്ള ടൂനെ കൊണ്ട് ഇവളാണെങ്കിൽ മേക്കപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഈ ഒരു മേക്കപ്പ് ഒന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷെ ടൂ ആണെങ്കിൽ നിർബന്ധിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ആണോ എന്ന് ചോദിച്ചാൽ ക്യൂട്ടും, അത് രസവും ഇല്ലേന്ന് ചോദിച്ചാൽ രസവും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കും നമ്മളെ പെണ്ണിൻ്റെത്. ഇതേ ടൈമായിരിക്കും ഇവള് അടുത്ത റൂംമേറ്റ് ആയിട്ടുള്ള ലീലി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവളാണെങ്കിൽ നല്ലോണം മേക്കപ്പ് ചെയ്യേ, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവളാണെങ്കിൽ വിളിച്ചിട്ടുണ്ടാവുക. ഇവള് വന്ന പാടാണെങ്കിൽ പറയും, നീ എന്നെ മേക്കപ്പ് ചെയ്യാനല്ലേ വിളിച്ചത്, ഈ ടൂ എന്നാ നിന്റെ മുഖത്ത് കാട്ടിച്ചു വെച്ചിട്ട് ഞാനാണെങ്കിൽ വൃത്തിക്ക് മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മേക്കപ്പ് ആണെങ്കിൽ മാറ്റാൻ പറയുകയെ. അതേ ടൈം നമ്മളെ പിള്ളേരെ രണ്ടാളുടെ എക്സ്പ്രഷൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ സുന്ദരി കൊച്ചായിട്ട് പോകുന്നുണ്ടാവേ. അവക്ക് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു സ്കാർഫ് അവക്ക് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും. സാങ്ങും വണ്ടിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. വണ്ടിയിൽ കയറിയ പാട് നമ്മളെ സാങ് ആണെങ്കിൽ ഇവളോട് ആ ഒരു വേ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലെ അതിന് വേണ്ടിയിട്ട് നീ എത്ര വർഷം വർക്ക് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, അതിന് വേണ്ടിയിട്ട് ഞാൻ 3 വർഷം വർക്ക് ചെയ്ത്, പക്ഷേ അത് എനിക്ക് ഒരിക്കലും എന്താ പറയുക ഒരു മടുപ്പോ കാര്യങ്ങളോ വന്നിട്ടില്ല. കാരണം ആ ഒരു പ്രൊജക്റ്റ് എനിക്ക് അത്രയും പ്രിയപ്പെട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് പറയും. അതേ ടൈം സാങ് ആണെങ്കിൽ പറയും, ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഇവിടെ മാത്രം എത്തിച്ചാൽ പോലെ ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് ലോകത്തിലത്തെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കണം. അതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആ ഒരു സയോ എന്ന് പറഞ്ഞ ആളെ മീറ്റ് ചെയ്യുവാണെന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണിന് ഈ സയോ ആരാണെന്ന് അറിയില്ല, നമുക്കും അറിയില്ല. അതേ ടൈം സാങ് ആണെങ്കിൽ പറയൂ, ഈ ഒരു സയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ റെൻ ഈ ആയിന്ന അങ്ങനെ എന്തോന്ന് ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര്, ആ ഒരു ഹോസ്പിറ്റലത്തെ CEO ആയിരിക്കെ. അപ്പൊ അയാളെയാണ് നമ്മളിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. നിന്റെ സംസാരം നിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ ഈ ഒരു ബേ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് അവരെ ഹോസ്പിറ്റലിൽ വെക്കാണെന്ന് സമ്മതിക്കണം. അതൊക്കെ നിന്റെ കഴിവാണെന്ന് നമ്മളെ പെണ്ണിനോട് പറയൂ. നമ്മളെ പെണ്ണിന് കുറച്ച് ടെൻഷൻ ഉണ്ടാവേ. കാരണം അറിയാത്ത ഒരാളോട് നമ്മൾ പ്രൊജക്റ്റ് പറഞ്ഞിട്ട് അത് സമ്മതിപ്പിക്കുകയെന്ന് വെച്ചാൽ അത് കുറച്ച് പാടുള്ള കാര്യമല്ലേ. അതുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണിന് ടെൻഷൻ ഉണ്ടാവുക. അതേ ടൈം സാങ് ആണെങ്കിൽ പറയൂ, ഇതിന് വേണ്ടിയിട്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ നമ്മളെ പെണ്ണിന് കുറച്ച് സന്തോഷമാവും. ഈ ടൈം ഈ ഒരു മീറ്റിംഗ് ആണെങ്കിൽ ഒരു ക്ലബ്ബ് എന്നായിരിക്കും നടത്തുന്നുണ്ടാവുക. ആ ഒരു ക്ലബ്ബ് ഓണറും ഇവരെ കൂടെ തന്നെ ഉണ്ടാവുക. പിന്നെ ആ ഒരു സയവും പിന്നെ നമ്മളെ ചെക്കനും പിന്നെ വേറൊരാളും ഉണ്ടാവും. അപ്പൊ അവരെല്ലാം ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഷീട്ട് കളിച്ചോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ പിള്ളേർ രണ്ടാളും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിനെ കാണുമ്പോൾ ഒന്ന് കണ്ണുടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവർ തമ്മിൽ വേറൊന്നും അവിടെ സംസാരിക്കുന്നുണ്ടാവില്ല. നമ്മളെ സെങ് ആണെങ്കിൽ ഇവരോട് എല്ലാവരോടും ഭയങ്കര പരിചയമുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണിനെ ആദ്യമായിട്ട് എല്ലാവരെ കാണുമ്പോൾ ഒരു ചമ്മലുണ്ടാവില്ലേ, അതുകൊണ്ട് അവളെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്ന ടൈം സെങ് ആണെങ്കിൽ എല്ലാവർക്കും ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കൂ. അതേ ടൈം ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഓണർ ആയിട്ടുള്ള സയോ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവേ. ഇവളെന്നാന്ന് പഠിച്ചത്, ഇപ്പൊ എന്നാ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഒരു യങ് ഏജിൽ തന്നെ ഇവൾ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തതിന് ഇയാളാണെങ്കിൽ നമ്മളെ പെണ്ണിനെ പ്രശംസിക്കുന്നുണ്ടാവും. അതേ ടൈമായിരിക്കും സെങ് ആണെങ്കിൽ പറയുന്നുണ്ടാവുക, നിങ്ങളെല്ലാവരും കാർഡ് ഗെയിം കളിക്കുന്നാലേ നമുക്കെന്നെ എല്ലാവർക്കും ഒപ്പരം കളിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടാവേ. ഈ ഒരു സയോ ആണെങ്കിൽ എപ്പം കള്ളക്കളി കളിക്കുന്നത് കൊണ്ട് തന്നെ സെങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് അതൊന്നും നോക്കാൻ പറയുന്നുണ്ടാവും. അങ്ങനെ അവസാനമായിട്ട് ഈ ഒരു സയോന്റെ ടേൺ ആവേ. നമ്മളെ പെണ്ണാണെങ്കിൽ അയാൾ കളിക്കാണ്ട് നിൽക്കുന്ന കാണുന്നേരം അവൾ പറയും, ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നേരം ആ ഒരു സയോ ആണെങ്കിൽ ഓക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ കളിച്ചിട്ട് അവസാനം നമ്മളെ ഹാനും സിന്നും മാത്രം ആരാ ഒരാൾ ജയിക്കോ എന്നുള്ളൊരു ഭാവത്തിലെത്തുവേ. അതേ ടൈമായിരിക്കും നമ്മളെ സിങ് ആണെങ്കിൽ ഒരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടാവുക. സംഭവം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റിൽ ഇവർ രണ്ടാളും, അതായത് ഇവരല്ല, ഇവർ 4 ആൾക്കാരുണ്ടാവുമായിരിക്കും. ഇവർ 4 ആളും ആണെങ്കിൽ ഗെയിം കളിക്കുന്ന ടൈം നമ്മളെ സിങ്ങും ഹാനും ഇതുപോലെ അവസാനത്തെ 2 ആൾക്കാരായിട്ട് വരിക. പക്ഷെങ്കിൽ അന്നാണെങ്കിൽ നമ്മളെ ഹാന് അവക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടാവില്ല, അവനായിരിക്കും ജയിക്കുന്നുണ്ടാവുക. ഈ പ്രാവശ്യം പക്ഷെങ്കിൽ നമ്മളെ ഹാൻ ആണെങ്കിൽ അവക്ക് വിട്ടു കൊടുക്കുന്നുണ്ടാവേ. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സെങ് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. നമ്മളെ സിങ്ങിനും ഹാൻ ഒന്നും പറയാത്തത് കൊണ്ട് അവക്കും അധികം ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. പെണ്ണ് ജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായൊരു സയോ ജയിച്ചതുപോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ അയാളാണെങ്കിൽ ഇവളെ ഷോൾഡറിൽ ഇതുപോലെ കൈവെക്കുന്നുണ്ടാവേ. ഈ ഒരു കാര്യം നമ്മളെ ചെക്കൻ ഒട്ടും പിടിച്ചിട്ടുണ്ടാവില്ല, അവക്കും പിടിക്കാത്തത് കൊണ്ട് അവളാണെങ്കിൽ കൈ ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ടാവും. അയാൾക്കാണെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് ഇവൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്തോ പോലെ ആവുകയെ. അയാളാണെങ്കിൽ ഇവളോട് എന്നാണെന്ന് ചോദിക്കുന്നേരം അവൾ എന്തെല്ലോ
ഉടായ്പ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിൽക്കുന്ന അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും എനിക്കൊരു ഫോൺ വിളിക്കാനുണ്ട്, നിങ്ങളാണെങ്കിൽ എൻ്റെ സീറ്റിൽ ഇരുന്നിട്ട് എനിക്ക് പകരമായിട്ട് ഗെയിം കളിച്ചോന്നു പറയൂ. അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇയാളാണെങ്കിൽ ഇപ്പം നടന്ന സംഭവമില്ലേ അതിങ്ങനെ മറന്നു പോകുന്നുണ്ട് ഉണ്ടാവുന്നല്ല, അതിങ്ങനെ വിട്ട് കളയുന്നുണ്ടാവും. അതേ ടൈം നമ്മളെ സെങ്ങും നമ്മളെ ചെക്കൻ്റെ പിന്നാലെ തന്നെ പോയിട്ട് ഹാനിനോടാണെങ്കിൽ എന്നാ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുക. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയൂ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. മീറ്റിംഗ് എന്നല്ല, നമ്മളൊരു എൻജോയ്മെന്റ് ടൈമാണ്. അതിലെന്തിനാണ് നിങ്ങളൊരു എംപ്ലോയിനെ കൊണ്ടുവന്നത്, അവൾക്ക് എത്ര ഡിസ്കംഫർട്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, വെറുതെ എന്തിനാണ് അവൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെങ്ങിനെ ചീത്ത പറയുന്നുണ്ടാവേ. ഈ ഒരു സിറ്റുവേഷൻ നടന്നത് തന്നെ നമ്മളെ ഹാനിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഹാൻ ആണെങ്കിൽ സെങ്ങിനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ടാവും. പക്ഷേ സെങ് ആണെങ്കിൽ അവളെ ഉദ്ദേശം പറഞ്ഞു കൊടുക്കും. അതായത് ഈ ഒരു ബെയ്ന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കൊണ്ട് ഇവക്കല്ലാണ്ട് വേറൊരാൾക്കും ഇയാളോട് പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ പറ്റൂല, അതുകൊണ്ടായിരിക്കും ഇവളെ കൊണ്ടുവന്നതെന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇതേ ടൈം തന്നെ ഇവരെ കമ്പനിയിലെത്ത ലീ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ ഈ ഒരു റോബോട്ടിനെ കൊണ്ടും ആ ഒരു ബെയ്ന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കൊണ്ടും ഇയാൾ അറിയത്തക്ക രീതിയിൽ സംസാരിക്കുന്നുണ്ടാവേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എന്നാണ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. അതായത് നമ്മളെ പല്ലും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നോക്കുന്നതിന് പകരം ഈ ഒരു റോബോട്ട് നോക്കിയിട്ട് ഒരു കോൺസ്റ്റന്റോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള സംഭവം കൊടുക്കുന്നുണ്ടാവും. അതായത് ഒരു ഡോക്ടർ നോക്കുന്ന റിപ്പോർട്ടും ഈ ഒരു റോബോട്ട് നോക്കുന്ന റിപ്പോർട്ടും സെയിം ആയിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും നമ്മളെ പെണ്ണ് പറയുന്നുണ്ടാവുക. ഒക്കെ കേട്ട് കഴിയുന്ന ടൈം നമ്മളെ ലീ ആണെങ്കിൽ ഒരു ട്രിക്ക് എടുക്കുക. ഈ ഒരു സംഭവം നമുക്കൊരു ഹോസ്പിറ്റലിൽ വെക്കണമെന്നുണ്ട്, നിങ്ങളെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സയോനെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുക. സയോ ആണെങ്കിൽ പറയും ഓ ഇതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എൻ്റെ കൂടെ കാർഡ് കളിച്ചത്, ഈ ഒരു കാര്യം നടക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നിട്ടിരിക്കെ ഇവരാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇയാൾ സമ്മതിക്കൂന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. എന്നിട്ട് അയാളാണെങ്കിൽ പറയും ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ സമ്മതിക്കണമെങ്കിൽ ആ ഒരു ബെയ്ന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കൊണ്ട് നീ കുറച്ചും കൂടി അധികം എനിക്ക് പറഞ്ഞു തരണം, അതുകൊണ്ട് എൻ്റെ വിചാറ്റ് അക്കൗണ്ട് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും വിചാറ്റ് അക്കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും നമ്മളെ സെങ് വന്നിട്ട് ഇവളെ വിളിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവളെ അക്കൗണ്ട് ആണെങ്കിൽ ഇവന് കൊടുക്കേണ്ട വന്നിട്ടുണ്ടാവില്ല. അവളോട് സെങ് ആണെങ്കിൽ നീ വീട്ടിൽ പോയിക്കോന്നായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ പെട്ടെന്ന് ഇവളിങ്ങനെ പറയുമ്പോൾ എന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ സെങ് ആണെങ്കിൽ പറയും ഹാന് നീ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ വരുന്നത് മോശമല്ലേ, അതുകൊണ്ട് നിന്നെ പറഞ്ഞു വിട്ടോന്ന് ഹാന് പറഞ്ഞത്, അതുകൊണ്ടാണെന്ന് പറയും. പക്ഷേ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഹാന് ഇവളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും അവൾ പുറത്തേക്ക് പോകുന്നുണ്ടാവുക. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ സെങ് ആണെങ്കിൽ ചെക്കൻ്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ പറയും ഞാൻ ഭയങ്കര ടയേർഡാണ്, അതുകൊണ്ട് എന്താണെങ്കിലും നമുക്ക് അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞിട്ട് സെങ്ങിനെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് അവനാണെങ്കിൽ ഫുഡ് കഴിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. അവൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലീ ഇല്ലേ അവനും ഉണ്ടാവേ. നമ്മളെ ചെക്കനാണെങ്കിൽ ആസ്വദിച്ചിട്ട് ഫുഡ് കഴിച്ചോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ഈ ഒരു ലീ ആണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക ഇന്ന് നമ്മുടെ അടുത്ത് വന്ന ആ ഒരു സിങ് എന്ന് പറഞ്ഞ പെണ്ണില്ലേ അവളെ നിനക്ക് മുന്നെപ്പെങ്കിലും കണ്ടിട്ട് പരിചയമുണ്ടോ, അവളും നിന്നെ പോലെ തന്നെ ജർമ്മനി നിന്നാ പഠിച്ചു കഴിഞ്ഞെന്ന് പറയൂ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കൻ്റെ മുഖത്തൊരു ഷോക്ക് ഉണ്ടാവുകയെ. ആ ഒരു ഷോക്ക് കാണിച്ചിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.